നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ നിലവിലുള്ള കർമ്മമണ്ഡലങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് വിദഗ്ധമായിട്ടുള്ള നിർദ്ദേശം സ്വീകരിക്കുകയും ഒരുപക്ഷെ അതിൻ്റെ തുടക്കം കുറിക്കുക എന്നതൊക്കെ ജൂൺ മാസത്തിന് ശേഷം ഉണ്ടാവുള്ളൂ. എന്നിരുന്നാൽ പോലും രേഖാപരമായിട്ടുള്ള കാര്യങ്ങളും അതിന് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും ജോലിക്കാരെ നിയമിക്കുവാനുള്ളൊരു എല്ലാ കാര്യങ്ങൾക്കും ഒരു ദ്രുതഗതിയിലാക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതാത് മേഖലയിൽ പ്രാവീണ്യമുള്ളവരെ നിയമിക്കുവാനും സാധ്യതയുണ്ട്. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും. മാതാപിതാക്കളുടെ ഹിതമനുസരിച്ച് അവരെ ഇനി മുതൽ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം ഒരുപക്ഷെ താമസിച്ചു വരുന്നതിൻ്റെ സമീപത്തുള്ളൊരു ഗൃഹം വാടകയ്ക്ക് എടുക്കുക, അല്ലെങ്കിൽ വലിയ ഗൃഹം വാങ്ങിക്കുക, ഇതിനെല്ലാം ഒരു ശ്രമം നടത്തുവാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് പലപ്പോഴും ഈ മാർച്ച് മാസത്തിൽ വന്നു ചേരുന്ന പരീക്ഷകളിലെല്ലാം തന്നെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ ഓർമ്മിച്ച് എഴുതാൻ സാധിക്കുകയില്ലയോ എന്നൊരാശങ്കയൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളുടെ വെളിച്ചത്തിലും കൂടുതൽ സമയം പഠിക്കാനൊരവസരം ലഭിച്ചതിൻ്റെ വെളിച്ചത്തിലും പരീക്ഷകളിലെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ എഴുതുവാൻ സാധിക്കുന്നതുമാണ്. ക്ലേശകരമായിട്ടുള്ള ഏതൊരു വിഷയങ്ങളെയും അഭിമുഖീകരിക്കുവാനുള്ളൊരു കഴിവും പ്രാപ്തിയും വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. നിലവിലുള്ള ജോലിയിൽ ഇനി മുതൽ സ്ഥാനക്കയറ്റമോ ഭാവിയിലേക്ക് ഗുണകരമായിട്ടുള്ള നേട്ടമോ വളരെ കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ ഇതരമായിട്ടുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. അതായത് ഭാവിയിലേക്ക് അനന്ത സാധ്യതകളുള്ള ജോലി സാധ്യതകളുള്ള പാഠ്യപദ്ധതിക്ക് ചേരുവാൻ അവസരം വന്നു ചേരും. മറ്റു ചിലർക്ക് വികസിത രാഷ്ട്രത്തിൽ സുഹൃത്തുക്കളുടെ നിർബന്ധത്താൽ വികസിത രാഷ്ട്രത്തിലേക്ക് ഉപരിപഠനത്തിന് അപേക്ഷകൾ നൽകുവാനും പ്രാഥമിക സംഖ്യ ഫീസ് അടയ്ക്കുവാനുമുള്ളൊരവസരം വന്നു ചേരും. ഒരുപക്ഷെ സെപ്റ്റംബർ മാസത്തിൽ അധ്യയന വർഷം എന്ന സങ്കല്പത്തോടുകൂടിയായിരിക്കാം പ്രവേശനം ലഭിക്കുകയുള്ളൂ. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. സംഭവബഹുലമായിട്ടുള്ള വിഷയങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്നതിനാൽ ഒരുപക്ഷെ ഇതെല്ലാം സാധിക്കുമോ എന്ന തോന്നലൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും എല്ലാം കൃത്യമായിട്ടുള്ള രീതിയിൽ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുന്നത് വഴി വളരെ ആശ്വാസവും ആത്മവിശ്വാസവും വർദ്ധിക്കുവാനിടയുണ്ട്. കീഴ് ജീവനക്കാരുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കർമ്മമണ്ഡലങ്ങൾക്ക് ഭാവിയിലേക്ക് ഗുണകരമായുള്ള നിർദ്ദേശങ്ങളായതുകൊണ്ട് സർവാത്മന അവലംബിക്കാൻ അവസരം വന്നു ചേരും. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. അധികാരപരിധി വർദ്ധിക്കുന്നതിനാൽ കീഴ് ജീവനക്കാരെ നിയമിക്കുവാനായിട്ട് മേലധികാരികളിൽ നിന്നും അനുമതി തേടുവാൻ അവസരം വന്നു ചേരും. 2024 ഒടുവിലോ 2025 ആദ്യത്തിലോ അല്ലെങ്കിൽ 2025 ആദ്യ പകുതിയിലോ പൂർത്തീകരിക്കുന്ന ബൃഹത് പദ്ധതികളെ ഏറ്റെടുക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അതിൻ്റെ ഒരു പക്ഷേ അതിൻ്റെ രേഖാപരമായുള്ള കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കുകയും അത് ഏറ്റെടുക്കുവാനുള്ള സാഹചര്യം ഉണ്ടായിത്തീരും. സമയബന്ധിതമായിട്ട് മാത്രമേ പണം മുതൽ മുടക്കേണ്ടതുള്ളൂ എന്ന് വിചാരിച്ചാലും അതിൽ നിന്നൊരു നേട്ടം എന്നുള്ളതിലുപരി ഈ ഒരു ബൃഹത് പദ്ധതികൾ ആദ്യമായിട്ട് ഏറ്റെടുക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനിയും പദ്ധതികൾ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റെടുക്കുവാനുള്ള യോഗം കാണുന്നതുമുണ്ട്. ഗുരു കാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃത്തിക്ക് യോഗം കാണുന്നു. ചിത്രംവര, ശില്പവിദ്യ, കലാകായിക രംഗങ്ങൾ എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ 4-5 മാസമായിട്ട് അവസരങ്ങൾ ധാരാളം വരുന്നുണ്ട്. കഴിഞ്ഞൊരു 3-4 വർഷത്തെ അപേക്ഷിച്ച് ധാരാളം അവസരങ്ങൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ ഇനിയും അതിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള ചില പരിശീലനത്തിനും പാഠ്യപദ്ധതിക്കും ചേരുവാൻ അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. സ്വന്തം ആശയവും മറ്റൊരാളുടെ പണവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ ലാഭശതമാന വ്യവസ്ഥകളോടുകൂടി ബന്ധപ്പെട്ടതായുള്ള ചില കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കുവാനും ഏറ്റെടുക്കുവാനും അവസരമുണ്ടായിത്തീരും. ഒരുപക്ഷെ മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കുന്നതോ അല്ലെങ്കിൽ മെയ് മാസം വരെ പൂർത്തീകരിക്കുന്നതിലൊന്നും തന്നെ അത്ര തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാവുകയില്ല. എങ്കിൽ പോലും
പ്രവൃത്തി പരിചയം നേടുക എന്ന സങ്കല്പത്തോടുകൂടി ഇങ്ങനെയൊക്കെ ഏറ്റെടുക്കുവാനും അവലംബിക്കുവാനും അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ പോലും നിർവഹിക്കാൻ അവസരം വന്നു ചേരും. ഏപ്രിൽ മെയ് മാസകാലങ്ങളിൽ സകുടുംബം വിനോദയാത്രയ്ക്ക് വേണ്ടതായിട്ടുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ സാധ്യത കാണുന്നുണ്ട്. വേറെ ചിലർക്ക്, പ്രായമായിട്ടുള്ളവർക്ക്, അന്യനാട്ടിൽ താമസിക്കുന്ന പുത്രപൗത്രാദികൾ ഈ ഏപ്രിൽ മെയ് മാസത്തിൽ വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ, അവധിയെടുത്ത് വന്നു ചേരുന്നുണ്ട് എന്നറിഞ്ഞതിനാൽ ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കുവാൻ അവസരം വന്നു ചേരും. ഇതെല്ലാം തന്നെ ദ്രുതഗതിയിലാക്കുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. കാർഷികമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പുതിയ കൃഷി സമ്പ്രദായം ആവിഷ്കരിക്കുന്നതിൻ്റെ വെളിച്ചത്തിലും അനുകൂലമായിട്ടുള്ള വിളവെടുപ്പ് വന്നു ചേരുവാൻ യോഗമുണ്ട്. ഒരുപക്ഷെ ഒരു മാസമായിട്ട് അതിനുള്ള വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും മഴയൊന്നും ലഭിച്ചില്ല എങ്കിൽ 2 മാസത്തേക്ക് കൂടി വിളവെടുപ്പ് വന്നു വരും എന്നറിഞ്ഞതിനാൽ ആശ്വാസത്തിന് യോഗം കാണുന്നതുമുണ്ട്. ഭയഭക്തി ബഹുമാനത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ പലതും ഉണ്ടാകുമെങ്കിൽ പോലും ജോലിയുടെ ഭാരത്താലും ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിൻ്റെ ചുമതലകൾ ഏറ്റെടുത്ത് അവലംബിക്കേണ്ട സാഹചര്യങ്ങളെ കൊണ്ടും ഈ അസ്വാസ്ഥ്യങ്ങളെല്ലാം മറന്ന് പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ പോലും വന്നു ചേരുവാൻ ഇടയുണ്ട്. വിദേശ ഉദ്യോഗത്തിന് അവസരങ്ങൾ വന്നു ചേരുവാനിടവരുമെങ്കിൽ പോലും ഒരു പക്ഷെ കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണമുള്ളൊരു അവസരം 6-7 മാസത്തിന് ശേഷമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ വിദേശത്തേക്ക് യാത്ര തിരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരുന്നത് വഴിയും ഒരു പക്ഷേ പൂർവികമായിട്ടുള്ള സ്വത്ത് അടുത്ത തലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ, രേഖാപരമായിട്ട് നൽകുവാനൊരു തീരുമാനം കൈക്കൊള്ളുവാനും ഒരു പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ വരുന്ന ഓഗസ്റ്റ് സെപ്റ്റംബർ മാസകാലങ്ങളിൽ, അതായത് ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. എന്നിരുന്നാൽ പോലും മക്കളുടെ നിർദ്ദേശപ്രകാരം വേർതിരിച്ചു വയ്ക്കേണ്ടതായ സാഹചര്യങ്ങൾക്കൊരു ധാരണയാകുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാൻ യോഗം കാണുന്നതുമുണ്ട്. ഇതാണ് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ മാർച്ച് മാസത്തിലെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ മാർച്ച് മാസത്തിൽ വിദേശത്ത് താമസിക്കുന്ന പലർക്കും സ്ഥിരതാമസത്തിനുള്ളൊരു അനുമതികൾക്ക് കഴിഞ്ഞ 1 വർഷമായി അപേക്ഷകൾ നൽകുന്നു. അനുകൂലമായിട്ടുള്ള അനുമതി ലഭിക്കുന്നത് വഴി ജന്മനാട്ടിലേക്ക് ഏപ്രിൽ മെയ് മാസകാലങ്ങളിൽ വരാനുള്ള ഉദ്ദേശം ഒഴിവാക്കി മാതാപിതാക്കളെ അവിടേക്ക് കൊണ്ടുപോകുവാൻ തീരുമാനിക്കുവാനും ഏർപ്പാടുകളൊക്കെ ചെയ്യുവാനും സാധ്യതയുണ്ട്. തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള ആശയങ്ങളും പല വിധത്തിലുള്ള സാഹചര്യങ്ങളും വന്നു ചേരുമെങ്കിൽ പോലും യുക്തിസഹമായിട്ടുള്ളതും പ്രായോഗികമായിട്ടുള്ള കർമ്മമണ്ഡലങ്ങളും മാത്രമേ ഏറ്റെടുക്കാവൂ. അല്ലാത്ത പക്ഷം പൂർത്തീകരിക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല, സ്വല്പം നഷ്ടകഷ്ടങ്ങൾ സംഭവിക്കുവാനും സാധ്യതയുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയതായിട്ടുള്ള കർമ്മമണ്ഡലങ്ങൾക്കും കുടുംബപരമായിട്ടുള്ള ആശയങ്ങൾക്കൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള നിർദ്ദേശങ്ങൾ വന്നു ചേരുവാനും അതിലുപരി ആശംസകൾ വന്നു ചേരുവാനും സാധ്യതയുണ്ട്. എല്ലാ പ്രകാരത്തിലും ഇതെല്ലാം തന്നെ ഈശ്വര നിശ്ചയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിച്ചുകൊണ്ട് പ്രയത്നിക്കാനുള്ളൊരവസരത്തെ സ്വീകരിക്കുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കും. സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച് ദമ്പതികൾക്ക് നിലവിലുള്ള പട്ടണത്തിൽ നിന്ന് മാറി താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ദമ്പതികൾ ആർക്കെങ്കിലും ഒരാൾക്ക് ജോലിയുടെ മാറ്റമായിരിക്കാം ഇതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുവാനും ചിലർക്ക് സാമ്പത്തികമായുള്ള സഹായം ചെയ്യുവാനും സാധ്യതയുണ്ട്. പരീക്ഷയിൽ അനുകൂലമാകും വിധത്തിൽ അവതരിപ്പിക്കാൻ സാധിക്കുന്നത് വഴി തോൽവിയുടെ സാധ്യതകളെല്ലാം ഒഴിവായി വിജയപ്രതീക്ഷകളോടുകൂടി തന്നെ ആത്മവിശ്വാസത്തോടുകൂടി പരീക്ഷ എഴുതുവാൻ മിക്ക വിദ്യാർത്ഥികൾക്കും സാധിക്കുന്നതുമാണ്. പഠിച്ച വിഷയത്തിനോടനുബന്ധമായിട്ട് ജോലി വന്നു ചേരുന്നത് വഴി കഴിഞ്ഞ 2-3 വർഷമായിട്ട് പരിശ്രമിക്കുന്നു.
ഈ ഒരു മാസത്തിൽ ഒരു നിയമന അനുമതി ലഭിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരുവാനിടയുണ്ട്. ഇതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുതൽ വരുന്ന വർഷം ഒരു വീട് വാങ്ങിക്കാം, അല്ലെങ്കിൽ വീട് പണി തുടങ്ങാം എന്നുള്ള സങ്കല്പത്തോടു കൂടി ഒരു ആത്മവിശ്വാസം ആർജിക്കുവാൻ സാധ്യതയുണ്ട്. ഈ ഏപ്രിൽ മെയ് മാസക്കാലങ്ങളിൽ പ്രത്യേകിച്ചുള്ള ചില വിശേഷപ്പെട്ട ദേവാലയ ദർശനം നടത്തുവാനും മുടങ്ങിക്കിടപ്പുള്ള പല വഴിപാടുകളും ചെയ്തു തീർക്കുവാനും യാത്രയ്ക്ക് വേണ്ടതായുള്ള ഏർപ്പാടുകൾ ചെയ്യുവാനിടവരും. ഉദ്യോഗത്തിൽ നിലനിന്നുകൊണ്ട് തന്നെ ലാഭശതമാന വ്യവസ്ഥകളോട് ബന്ധപ്പെട്ടതായുള്ള പ്രവർത്തനങ്ങൾക്കോ ഇത്രയും കാലത്തിൻ്റെ അനുഭവത്തിൽ മറ്റുള്ളവർക്ക് നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് അതിന് ചെറിയൊരു ഫീസ് വാങ്ങിക്കൊണ്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് വഴി ഏറ്റെടുക്കുവാനുള്ള സാധ്യത കാണുന്നു. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കാൻ അവസരം വന്നു ചേരും. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുന്നത് വഴി സൽകീർത്തിയും സജ്ജനപ്രീതിയും ഉണ്ടാകുവാനിടയുണ്ട്. ജനപിന്തുണ ലഭിക്കുന്നതിനാൽ സുഹൃത്തിന് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കാൻ അവസരം വന്നു ചേരും. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെ ആരാധനാലയ ദർശനം നടത്തിയവാനും ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും സാധ്യത കാണുന്നുണ്ട്. സഹപ്രവർത്തകരുടെ പിൻബലത്താൽ ബൃഹത് പദ്ധതികളെ ഏറ്റെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിത്തീരും. മഹത് വ്യക്തികളുടെ പലവിധത്തിലുള്ള ആശയങ്ങളും ജീവിതത്തിൽ പകർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളിലെല്ലാം തന്നെ സഹിഷ്ണുതയും ക്ഷമയും ആത്മസംയമനവും പാലിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എന്തായാലും ഭാവിയിലേക്ക് ഇങ്ങനെ ആ സാഹചര്യങ്ങൾ വേണ്ടിവരും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരുപക്ഷെ ജീവിത നിലവാരം വർദ്ധിച്ചു വരിക, ചുറ്റുപാടുകൾക്ക് സ്വന്തം തൻ്റെ ആവശ്യങ്ങൾ വേണ്ടി വരിക, ഇവയെല്ലാത്തിൻ്റെ വെളിച്ചത്തിൽ സ്വയമേവ ഒരു ധ്രുവീകരണം വേണ്ടി വരുവാൻ സാധ്യതയുണ്ട്. വന്നു ചേരുന്ന അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടായിത്തീരും. പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുകൂലമായുള്ള ഫലം വന്നു ചേരുന്നത് വഴി ഇനി മുതൽ ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉപരിപഠനാർത്ഥം വിദേശത്ത് എത്തിച്ചേർന്ന പലർക്കും ഒരു തൃപ്തികരമായിട്ടുള്ള ജോലിയല്ല ഇതുവരെ ലഭിച്ചിരുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ അധ്യയന വർഷമൊക്കെ കഴിഞ്ഞിരുന്നു. മാർച്ച് മാസത്തിൽ തന്നെ ഒരുവിധം ഭേദപ്പെട്ട സുരക്ഷിതമായിട്ടുള്ളൊരു ജോലി കിട്ടും. മുഴുവൻ തൃപ്തിയായിട്ടുള്ളൊരു ജോലി ജൂൺ മാസത്തിന് ശേഷമേ ലഭിക്കുകയുള്ളൂ, അഥവാ കുടുംബാംഗങ്ങളെ അന്യനാട്ടിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റ് ചില ജോലികൾക്ക് പോലും അപേക്ഷകൾ നൽകുവാൻ ഇടയുണ്ട്. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ആവുന്നതും ഒഴിവാക്കേണ്ടതാണ്. ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ 2025 പൂർത്തീകരിക്കുന്ന പാഠ്യപദ്ധതിക്ക് ചേരുവാനുള്ളൊരവസരം തികച്ചും അവിചാരിതമായിട്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും ഇതിന് ചേരുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. സഹപ്രവർത്തകരുടെ അർത്ഥപൂർണമായുള്ള ആശയങ്ങൾക്ക് സർവാത്മന സഹകരിക്കുന്നത് വഴി വ്യക്തിപരമായിട്ട് നേട്ടമുണ്ടാകും. പ്രസ്ഥാനത്തിന് ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ഭാവിയിലേക്ക് സാമ്പത്തികമായുള്ള വർധനവ് പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. തന്നേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയതായിട്ടുള്ളൊരു ഉദ്യോഗം മക്കൾക്ക് ലഭിക്കുന്നത് വഴി ആത്മാഭിമാനം തോന്നുവാനിടയുണ്ട്. വികസിത രാഷ്ട്രത്തിലെ വ്യാപാര വിപണന വിതരണ മേഖലകളുടെ ഭാഗമായിട്ട് സംയുക്ത സംരംഭങ്ങളിൽ ഏർപ്പെടുവാനിട വരുമെങ്കിൽ പോലും പലപ്പോഴും സുതാര്യതയുള്ള പ്രവർത്തനങ്ങളാണോ എന്ന് വിലയിരുത്തുവാനും ഒരുപക്ഷെ വിദേശത്ത് പോയി തന്നെ അന്വേഷിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും സാധ്യതയുണ്ട്. ഭരണ സംവിധാനത്തിലുള്ള അപാകതകൾ പരിഹരിച്ചുകൊണ്ട് പുതിയ ഭരണ സംവിധാനം അവലംബിക്കാൻ അവസരം വന്നു ചേരും. ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ നിലവിലുള്ളതിന് ഗൃഹം വിൽപ്പന ചെയ്ത് കൂടുതൽ വിസ്തൃതിയുള്ള ഒരു ഗൃഹം വാങ്ങിക്കുന്നതിനെപ്പറ്റി പുനരാലോചിക്കാൻ അവസരം വന്നു ചേരും. നിക്ഷേപ സമാഹരണ യജ്ഞം മാർച്ച് മാസത്തിൽ പൂർത്തീകരിക്കേണ്ടതാണ്. കീഴ് ജീവനക്കാർക്ക് അതിന് വേണ്ടപ്പെട്ടതായുള്ള നിർദ്ദേശങ്ങളും അതിനുവേണ്ടി യാത്രാ സൗകര്യങ്ങളൊക്കെ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഒരുപക്ഷെ മാനസികമായുള്ള സമ്മർദ്ദങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും
പ്രസ്ഥാനത്തിന് ഏറ്റവും ഉതകുന്ന വിധത്തിലുള്ള പദ്ധതികളായതുകൊണ്ട് മാർച്ച് മാസത്തിൽ തന്നെ പൂർത്തീകരിക്കുക എന്ന സങ്കല്പത്തോടുകൂടി മിക്ക ദിവസങ്ങളിലും കൂടുതൽ സമയം ജോലി ചെയ്യുക, ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. യുക്തിക്ക് നിരക്കാത്ത പല ആശയങ്ങളും ചിലരിൽ നിന്നും വന്നു ചേരുവാൻ ഇടവരും. ഇതിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും ഏറ്റവും നന്നാവുക. അല്ലാത്ത പക്ഷം ദുഷ്കീർത്തികൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാൻ സാധ്യത കാണുന്നു. മേലധികാരികളുടെ സ്വകാര്യ ആവശ്യങ്ങൾക്കായിട്ട് വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രതിസന്ധികളിൽ തളരാതെ പ്രവർത്തിക്കാൻ ഒരു ആർജവം മനസ്സമാധാനത്തിന് വഴിയൊരുക്കാൻ ഇടയുണ്ട്. ഭൂമിക്രയ വിക്രയങ്ങളിൽ അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ യോഗം കാണുന്നു. സഹജമായിട്ടുള്ള കഴിവുകൾക്ക് അംഗീകാരം ലഭിക്കും. കുടുംബത്തിലെ സമാധാന അന്തരീക്ഷം സംജാതമാകുവാനിടയുണ്ട്. വർഷങ്ങളായി വിദേശത്ത് താമസിക്കുന്ന ചിലർക്കൊക്കെ തന്നെ ഇനി ജന്മനാട്ടിൽ വിസ്തൃതിയുള്ളൊരു ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹം നിർമ്മിക്കുവാനും കുറച്ചൊരു കൃഷി സമ്പ്രദായം, അതായത് ആധുനിക സംവിധാന പ്രകാരമുള്ള വളരെ കുറച്ച് സ്ഥലത്ത് കൂടുതൽ കൃഷി രീതികൾ അവലംബിക്കുന്ന വിധത്തിൽ അതിന് തക്കവണ്ണമുള്ളൊരു വിഭാവനം ചെയ്യുവാൻ പോലും ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒരു മാർച്ച് മാസത്തിൽ യോഗം കാണുന്നുണ്ട്. നമസ്കാരം.